ഹലോ ഹായ് നമസ്കാരം. ഞാൻ റഷീദ് തായ്ലാർ. ഇന്ന് ഫോട്ടോഗ്രാഫി ട്യൂട്ടോറിയലുമായിട്ടല്ല ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. കാരണം ഇന്നത്തെ ഡേറ്റ് ഓഗസ്റ്റ് 19. എന്നെപ്പോലെ തന്നെ നിങ്ങളെല്ലാവർക്കും ഹാപ്പി വേൾഡ് ഫോട്ടോഗ്രാഫി ഡേ എന്നുള്ള വിഷസ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ കഴിഞ്ഞ വർഷം ഇതിനെക്കുറിച്ച് വലിയ ചർച്ചകളിൽ ഞാനും പങ്കെടുത്തിരുന്നു. അപ്പോൾ ഈ വർഷവും അതേപോലെ ആഘോഷങ്ങൾക്ക് അതിൻ്റെ ഗ്രീറ്റിങ്സ് എനിക്കും കിട്ടിയിരുന്നു. അപ്പം അതിനെക്കുറിച്ചൊരു വിശദീകരണം അല്ലെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാം എന്നുള്ള രീതിയിലാണ് ഞാൻ സത്യത്തിൽ ഈ വീഡിയോ ഇന്ന് റിലീസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ള ഫോട്ടോഗ്രാഫിയുടെ ഒരു ഹിസ്റ്ററി. ഈ ഓഗസ്റ്റ് 19 എന്നുള്ള ഡേറ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഡേറ്റ് ആണോ എന്നതൊരു സംശയമുണ്ട്. കാരണം എവിടെയും രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നില്ല. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ആൾക്കാർ ഇത് ഏറ്റെടുക്കാൻ ഉണ്ടായ ഒരു സാഹചര്യം, അത് ഈ ഓഗസ്റ്റ് 19 ഒരു പ്രത്യേകത ഫോട്ടോഗ്രാഫി ഹിസ്റ്ററിയിൽ എന്താണെന്നുള്ളത് അത് ജസ്റ്റ് ഒന്ന് നോക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു ഡേറ്റ് കിട്ടിയതെന്നുള്ള ഒരു പോയിന്റ് മാത്രമാണ് ഞാനിവിടെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ ആ ഫോട്ടോഗ്രാഫിയുടെ ഹിസ്റ്ററിയിലേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഹിസ്റ്ററി പറയാൻ പോകുന്നതല്ല, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോകുന്നു എന്നേ ഉള്ളൂ. AD 1021 ഇന്നത്തെ ഇറാഖിലുള്ള ബസ്രയിലുള്ള ഒരു അറബ് ശാസ്ത്രജ്ഞൻ ഇബിൻ അൽ ഹൈത്തം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഒരു പെട്ടിയിൽ, ഒരു ബ്ലാക്ക് ബോക്സിനകത്ത് ഒരു ദ്വാരം ഉണ്ടാക്കുകയും അതിനകത്തൊരു മിറർ വെച്ചിട്ട്, ഒരു കണ്ണാടി വെച്ചിട്ട് ആ ഈ ദ്വാരത്തിലൂടെ കടന്നു വരുന്ന പ്രകാശത്തെ പെട്ടിയുടെ മുകൾ ഭാഗത്തുള്ള ഒരു ഓപ്പണിങ് അല്ലെങ്കിൽ ഒരു ദ്വാരത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യും. ആ ദ്വാരത്തിലൊരു വെള്ള പ്രതലം, ഒരു വെള്ള പേപ്പർ വെച്ച് അതിലേക്ക് എടുക്കുന്ന ഒരു സംഭവം കണ്ടുപിടിച്ചിരുന്നു. അതിനെയാണ് ക്യാമറ ഒബ്സ്ക്യൂറ എന്ന് പറയുന്നത്. ഈ ക്യാമറ ഒബ്സ്ക്യൂറ പിന്നീട് വളരെയധികം പ്രശസ്തി നേടുകയും ചിത്രകാരന്മാരും മറ്റ് പഠനോപാധികൾക്കും ഈ ക്യാമറ ഒബ്സ്ക്യൂറ ഉപയോഗിക്കുകയും ചെയ്തു. പിന്നീട് AD 1614 ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനായ ഏഞ്ചലോ സല അദ്ദേഹം ഈ മേഖലയിൽ കുറേയധികം പരീക്ഷണങ്ങൾ നടത്തുകയും അങ്ങനെ സിൽവർ നൈട്രേറ്റിൻ്റെ പൊടിയിൽ പ്രകാശം തട്ടുമ്പോൾ അത് കറുത്തു പോകുന്നതായി കണ്ടെത്തുകയും ചെയ്തു. അന്നത്തെ അദ്ദേഹത്തിൻ്റെ വിശദീകരണം ലോകം അംഗീകരിച്ചില്ല. അന്ന് ശാസ്ത്രലോകം തള്ളിക്കളഞ്ഞ ആ ഒരു കണ്ടുപിടുത്തം ആയിരിക്കാം ശരിക്കും ഫോട്ടോഗ്രാഫി എന്നുള്ള ഒരു എന്താ പറയുക, പ്രകാശം കൊണ്ട് ചിത്രരചന നടത്തുന്ന ആ ഒരു സംഭവത്തിലേക്ക്, ശരിക്കും വിപ്ലവകരമായ ഒരു മാറ്റത്തിലേക്ക് ഫോട്ടോഗ്രാഫിയിൽ കൊണ്ടുവന്നത് ഈ ഒരു കണ്ടുപിടുത്തമായിരിക്കാം. പിന്നീട് 1717 ജർമ്മൻ സയൻസ് പ്രൊഫസറായ ജോഹൻ ഹെൻറിച്ച് ഷോൾസ് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ ഈ സിൽവർ നൈട്രേറ്റിൻ്റെ പൊടി ഒരു പാത്രത്തിൽ അദ്ദേഹം എടുത്തിരുന്നു. ആ എടുത്ത സിൽവർ നൈട്രേറ്റിൻ്റെ പൊടിയിൽ ആ പാത്രത്തിൽ അദ്ദേഹം കുറച്ച് ചോക്കുകൾ ഇട്ട് വെക്കുകയും അത് ഒരു വിൻഡോ സൈഡിൽ വെച്ചപ്പോൾ പിന്നീട് ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു പോകാൻ നേരത്ത് അദ്ദേഹം ചോക്കുകൾ എടുത്തപ്പം ചോക്ക് കിടന്ന ഭാഗത്ത് സിൽവർ നൈട്രേറ്റിൻ്റെ പൊടി കറുത്തിട്ടില്ല എന്ന് കണ്ടെത്തുകയും അദ്ദേഹം അതിൽ കൂടുതൽ പഠനം നടത്തി സിൽവർ നൈട്രേറ്റ് പ്രകാശം തട്ടുമ്പോഴാണ് ഇതിൽ രാസപ്രവർത്തനം നടക്കുന്നത് എന്ന് കണ്ടെത്തുകയും ചെയ്തു. അതും കൂടിയാണ് പിന്നീട് ഫോട്ടോഗ്രാഫിയിലേക്ക് വലിയൊരു മാറ്റത്തിന് വഴിതെളിച്ചത്. 1777 സ്വീഡിഷ് സയൻറ്റിസ്റ്റ് ആയ കോൾ വിൽഹം ഷീൽസ് സിൽവർ നൈട്രേറ്റ് പോലെയുള്ള സിൽവർ ക്ലോറൈഡിൽ അദ്ദേഹം പരീക്ഷണം നടത്തുകയും അതും വലിയൊരു ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു സംഭവം തന്നെയാണ്. 1790 തോമസ് വെഡ്ഹുഡ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞൻ കോൾ വിൽഹം ഷീലിൻ്റെ കണ്ടെത്തലുകളിൽ കൂടുതൽ പഠനം നടത്താൻ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം നമ്മൾ നേരത്തെ പറഞ്ഞ ക്യാമറ ഒബ്സ്ക്യൂറയുടെ വലിയൊരു രൂപതന ഉണ്ടാക്കുകയും അത് വെച്ച് പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തു. അദ്ദേഹം ചിത്രങ്ങൾ പതിപ്പിക്കാൻ വേണ്ടി അന്ന് ഉപയോഗിച്ചത് സിൽവർ നൈട്രേറ്റ് പൂശിയ ലെതർ ആയിരുന്നു. ഇദ്ദേഹം ഇങ്ങനെ ക്യാമറ ഒബ്സ്ക്യൂറയുടെ ഈ വലിയ രൂപം ഉപയോഗിച്ച് ഈ ചിത്രങ്ങൾ പതിപ്പിക്കാൻ ശ്രമിക്കുകയും അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. വസ്തുക്കളുടെ നിഴൽ ആയിട്ടുള്ള രൂപങ്ങൾ പതിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. പക്ഷേ അദ്ദേഹത്തിന് അധികം ജീവിച്ചിരിക്കാൻ സാധിച്ചില്ല. 1805 അദ്ദേഹത്തിൻ്റെ 34ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണമടയുകയും ചെയ്തു. 1816 ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ നിസ്ഫർ നീപ്സ് അദ്ദേഹം സിൽവർ ക്ലോറൈഡ് പൂശിയ പേപ്പർ ഉപയോഗിച്ചിട്ട് പരീക്ഷണങ്ങൾ തുടരുകയും അതിൽ നിരവധി കണ്ടെത്തലുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. 1826 നിസ്ഫർ നീപ്സ് എടുത്ത എ വ്യൂ ഫ്രം വിൻഡോ അറ്റ് ലേ ഗ്രാസ് എന്നുള്ള ചിത്രം തന്നെയാണ് ഇന്ന് അറിയപ്പെടുന്നതിൽ ഏറ്റവും പഴയ ചിത്രം, അല്ലെങ്കിൽ രേഖപ്പെടുത്തപ്പെട്ട ചിത്രം അത് തന്നെയാണ്. ഇതിനുശേഷം നിസ്ഫർ നീപ്സ്
അദ്ദേഹം തൻ്റെ സുഹൃത്തും ചിത്രകാരനുമായ ലൂയിസ് ഡാഗറയുടെ കൂടെ പരീക്ഷണങ്ങൾ തുടരുകയും നിരവധി കണ്ടെത്തലുകളും നടത്തി. പക്ഷേ അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ മരണമടയുകയുണ്ടായി. 1833 നിസ്വർണീപ്സിൻ്റെ മരണശേഷം ലൂയിസ് ഡാഗറെ അദ്ദേഹത്തിൻ്റേതായ രീതിയിൽ പരീക്ഷണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ഡാഗറെ ടൈപ്പ് എന്ന പേരിൽ ഒരു ഫോട്ടോഗ്രാഫി മേഖല ലോകത്തിനായി തുറന്നിടുകയും ചെയ്തു. ഡാഗറെ ടൈപ്പ് ആയിരുന്നു ലോകം അറിഞ്ഞ ആദ്യത്തെ ഫോട്ടോഗ്രാഫി എന്നുള്ള ഒരു ഫോട്ടോഗ്രാഫിയുടെ ഒരു സംവിധാനം. ഇതിൻ്റെ രഹസ്യങ്ങൾ, ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അതീവ രഹസ്യമായിരുന്നു. അദ്ദേഹം ആർക്കും തന്നെ അത് പറഞ്ഞു കൊടുത്തിരുന്നില്ല. ഇതിൽ ഉണ്ടായിരുന്ന ഒരു വലിയൊരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിസ്വർണീപ്സിന് ഒരു ഫോട്ടോ എക്സ്പോസ് ചെയ്തല്ല ഫോട്ടോ എടുക്കാൻ ദിവസങ്ങൾ വേണ്ടിയിരുന്നെങ്കിൽ ലൂയിസ് ഡാഗറയ്ക്ക് അത് ഏതാനും നിമിഷങ്ങളും മണിക്കൂറുകളും മാത്രമായിരുന്നു അദ്ദേഹത്തിന് അത് ആവശ്യമായി വന്നിരുന്നത്. കാരണം അത്രയധികം സാങ്കേതികമായി അദ്ദേഹം കണ്ടെത്തലുകൾ നടത്തിയിരുന്നു. അങ്ങനെ 1839 ഡാഗറെ ടൈപ്പ് ഒരു ഫോട്ടോഗ്രാഫി സംവിധാനമായിട്ട് ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടു. പക്ഷേ അപ്പോഴും രഹസ്യങ്ങൾ അതീവ രഹസ്യങ്ങൾ തന്നെ ആയിരുന്നു. അത് പൊതുജനങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റ് വ്യാവസായിക അടിസ്ഥാനത്തിൽ അത് വിട്ടുകൊടുത്തിരുന്നില്ല. 1839 ജനുവരി 7 ഫ്രഞ്ച് അക്കാദമി ഓഫ് സയൻസിൽ ഡാഗറെ ടൈപ്പ് ഔദ്യോഗികമായി വിളംബരം ചെയ്തു. പിന്നീട് ഫ്രഞ്ച് ഗവൺമെൻറ് ഈ ഡാഗറെ ടൈപ്പ് ലൂയിസ് ഡാഗറയ്ക്കും നിസ്വർണീപ്സിൻ്റെ മകനും കോമ്പൻസേഷൻ നൽകിക്കൊണ്ട് ഈ സാങ്കേതിക വിദ്യ ഗവൺമെൻറ് ഏറ്റെടുക്കുകയും അതിൻ്റെ എല്ലാ രഹസ്യങ്ങളും തന്നെ ലോകത്തിന് മുന്നിൽ തുറന്നിടുകയും ചെയ്തു. ശരിക്കും അതായിരുന്നു ഫോട്ടോഗ്രാഫിയുടെ ഒരു വിപ്ലവകരമായ ഒരു മുന്നേറ്റം. അത് 1839 ഓഗസ്റ്റ് 19 ഈ ഒരു സംഭവം നടന്നത്. അതുകൊണ്ടായിരിക്കണം ഇന്നത്തെ കൂടുതൽ ആൾക്കാരും ഫോട്ടോഗ്രാഫിയുടെ ബർത്ത്ഡേ ആയിട്ട് അല്ലെങ്കിൽ ലോക ഫോട്ടോഗ്രാഫി ദിനമായിട്ട് ഓഗസ്റ്റ് 19 ആഘോഷിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങൾ. പിന്നീട് ഫോട്ടോഗ്രാഫിയുടെ ചരിത്രത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടന്നു. കളർ ഫിലിം വന്നു, കളർ ചിത്രങ്ങൾ പ്രിൻ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ വന്നു, ഫോർമാറ്റുകൾ മാറി വന്നു. അവസാനം അത് ഡിജിറ്റൽ 1990 78 90 അതിൻ്റെ ഇടയിലായിട്ട് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ വന്നു. അത് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ വന്നതോടുകൂടിയാണ് ഫോട്ടോഗ്രാഫി ഇത്രയധികം ഒരു കോമൺ ആയിട്ട് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു മേഖലയായി വന്നത്. അതിനേക്കാളും വലിയൊരു വിപ്ലവം നടന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഫോട്ടോഗ്രാഫി ഒരു തൊഴിൽ മേഖല എന്നതിൽ നിന്നും ഒരു ഹോബി എന്നതിലേക്ക് മാറി എന്നുള്ളതാണ്. കാരണം ഇന്ന് ഫോട്ടോഗ്രാഫി തൊഴിലായി കൊണ്ടു നടക്കുന്നവർ അപൂർവമാണ്. പക്ഷേ അതേസമയത്ത് അത് ഹോബിയായി കൊണ്ടു നടക്കുന്നവർ വളരെയധികം കൂടുതലുമാണ്. അത് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ ഒരു കടന്നുവരവോടുകൂടി സംഭവിച്ച ഒരു കാര്യമാണ്. എന്തായാലും ഞാൻ പറയാൻ ശ്രമിച്ചത് ഫോട്ടോഗ്രാഫി ഡേ ഓഗസ്റ്റ് 19 ആഘോഷിക്കുന്നതിന് പിന്നിൽ പറയാൻ പറ്റുന്ന ഒരു കാരണമാണ്. 1839 ഓഗസ്റ്റ് 19 ഫ്രഞ്ച് ഗവൺമെൻറ് ഡാഗറെ ടൈപ്പ് എന്ന ഫോട്ടോഗ്രാഫി സംവിധാനം ഔദ്യോഗികമായിട്ട് ഏറ്റെടുക്കുകയും അത് ലോകത്തിന് വേണ്ടിയിട്ട് രഹസ്യങ്ങൾ പുറത്തുവിടുകയും ചെയ്തു. ഇതായിരിക്കണം ഇന്ന് വേൾഡ് ഫോട്ടോഗ്രാഫി ഡേ എന്നുള്ള രീതിയിൽ ആഘോഷിക്കപ്പെടുന്ന ഓഗസ്റ്റ് 19 പിന്നുള്ള രഹസ്യം. അതല്ലാതെ മറ്റൊരു കാരണങ്ങൾ എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല. പക്ഷേ അതിന് എവിടെയും അത് അംഗീകരിക്കപ്പെട്ടതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിലായാലും ഇപ്പോൾ കേരളത്തിലായാലും ഇത് ആഘോഷിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ പിന്നിലുള്ള എന്തുകൊണ്ടാണ് ഈ ഒരു ദിവസം തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായ കാരണം ഇത് ആർക്കും പറയാൻ പറ്റുന്നതായിട്ട് കണ്ടിട്ടില്ല. ചിലപ്പോൾ ഇതായിരിക്കാം അവരൊക്കെ ആഘോഷിക്കുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യം. എന്തായാലും ഞാൻ ഇതുകൊണ്ട് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്കുള്ള അറിവുകൾ ദയവായിട്ട് പങ്കുവെക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൽ കൂടുതൽ പഠിക്കാനും മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനും പറ്റും. അതുപോലെ ഇനി ഇതിൻ്റെ പിന്നിൽ ശരിക്കും ഈ ഓഗസ്റ്റ് 19 ഡേറ്റിന് അടിസ്ഥാനം ഒന്നും ഇല്ലെങ്കിൽ നമ്മൾക്ക് ആ ഒരു ദിവസം ആഘോഷിക്കുന്നത് വെറുതെ അനാവശ്യമായി മാറും. നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ എവിടെയെങ്കിലും അംഗീകരിക്കപ്പെട്ട ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ ദയവായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.